പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 173 വചനത്തിൻ്റെ തുടക്കഭാഗം പഠിക്കവേ ഭക്ഷിക്കൽ നിഷിദ്ധമായ വിഭവങ്ങൾ, ശവം, ചോര, പന്നിയിറച്ചി എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ എന്ന ആയത്തിൻ്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാലാമത് നിഷിദ്ധമാക്കിയ വിഷയമാണ് വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നുള്ളത്. അതിൻ്റെ ഉദ്ദേശം ഇമാം അൽ ഹാഫിള് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞത് വഹുവ മാ ദുബിഹ അലാ ഗൈരി ഇസ്മിഹി തആല, അല്ലാഹു തആലയുടെ നാമമല്ലാത്തതിൽ അറുക്കപ്പെട്ടതെല്ലാം, അതാണ് ഉദ്ദേശം. അല്ലാഹു അല്ലാത്തവരുടെ നാമം അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ നാമമല്ലാത്ത നാമങ്ങളിൽ അറുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മിനൽ അൻസാബി വൽ അന്ദാദി വൽ അസ്ലാം വനഹ്വി ദാലിക മിമ്മ കാനത്തിൽ ജാഹിലിയത്തി യൻഹറൂന ലഹു, പ്രതിഷ്ഠകൾ, സമന്മാർ, പ്രശ്നം നോക്കുവാനുള്ള അമ്പുകൾ തുടങ്ങി ജാഹിലിയത്തിൽ അറുക്കപ്പെട്ടിരുന്നതെല്ലാമാണ് ഉദ്ദേശം. ജാഹിലിയത്തിൽ അങ്ങനെ പല അറവുകളും ഉണ്ടായിരുന്നു. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്ന അന്ധവിശ്വാസം. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നതിൻ്റെ പ്രയോഗങ്ങളും പദങ്ങളുടെ അർത്ഥവുമൊക്കെ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ജാഹിലിയത്തിലെ അറവ് അതാണ് ഉദ്ദേശമെന്ന് പറയുമ്പോൾ ആ അറവെന്ത് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത്തരം അറവുകൾക്ക് സമാനമായ അറവുകൾ പിൽക്കാലത്ത് പല മുസ്ലിമീങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പലരിലും അത്തരം അറവുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അസ്മ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ കണ്ട ഒരു ചരിത്രമുണ്ട്. ഈ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമാകുന്നതിന് മുമ്പ് മരണപ്പെട്ട് മൺമറഞ്ഞ മഹാനാണ്. അദ്ദേഹം കഅബയിലേക്ക് തൻ്റെ മുതുക് ചാച്ച് ഇരുന്നു കൊണ്ട് പറയുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കണ്ട അസ്മ റളിയല്ലാഹു തആല പറയുന്നത്. യാ മാഷറ ഖുറൈശ് ലൈസ മിൻകും അലാ ദീനി ഇബ്രാഹിം ഗൈരി, ഖുറൈശികളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശത്തിൽ ഞാനല്ലാതെ നിങ്ങളിൽ ആരുമില്ല എന്ന് അയാൾ പറയാറുണ്ട് എന്നാണ്. ഈ സെയ്ദ് ആ ജാഹിലിയത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾക്ക് സാക്ഷിയായി അതിനോട് എതിർപ്പും വിയോജിപ്പും വെച്ചു പുലർത്തിയ മഹാനാണ്. അദ്ദേഹം ഖുറൈശികൾ അറുത്തത് ഭക്ഷിക്കുമായിരുന്നില്ല. കാരണം അവർ അള്ളാഹു അല്ലാത്തവരുടെ പേര് പ്രഖ്യാപിച്ച് ബലി നടത്തുന്നവരായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തമാകുന്നതിന് മുമ്പ്, വഹ്യ് തിരുനബിക്ക് അവതീർണമാകുന്നതിന് മുമ്പ് സെയ്ദ് ബിൻ അംർ ഇബ്നു നുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു ഭക്ഷണത്തിൽ പങ്കാളിയാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുവാൻ, ആ ഭക്ഷണം കഴിക്കാൻ സെയ്ദ് വിസമ്മതിച്ചു. അദ്ദേഹം അതിൻ്റെ കാരണം പറഞ്ഞത് ഇന്നി ലസ്തു ആകുലു മിമ്മാ തദ്ബഹൂന അലാ അൻസാബിക്കും, നിങ്ങളുടെ പ്രതിഷ്ഠകൾക്ക് നിങ്ങൾ അറുത്തത് ഞാൻ ഭക്ഷിക്കുകയില്ല. വല ആകുലു ഇല്ലാ മാ ദുകിറ സ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ നാമം പറയപ്പെട്ടത് മാത്രമാണ് ഞാൻ ഭക്ഷിക്കുക. ഇത് പറഞ്ഞാണ് അദ്ദേഹം ഭക്ഷിക്കാൻ വിസമ്മതിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇപ്രകാരമായിരുന്നു. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇത് തിരുനബി നുബുവത്തിനാൽ ആദരിക്കപ്പെടുന്നതിന് മുമ്പ്, റിസാലത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിന് അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെക്കുറിച്ച്. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ചതാണ്. ഖുറൈശികളെപ്പോലെയാണ് ഈ വിഷയത്തിൽ മുഹമ്മദ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ സെയ്ദിനെ കുറിച്ച് ചരിത്രം പറയുന്നത് വകാന സെയ്ദുൻ യഈബു അലാ ഖുറൈശിൻ ദബാഇഹും, ഖുറൈശികൾ അറുത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ അറവിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അവർ അറവ് നടത്തിയ മൃഗങ്ങളുടെ വിഷയത്തിൽ സെയ്ദ് ഖുറൈശികളെ കുറ്റപ്പെടുത്തുമായിരുന്നു എന്നാണ്. എങ്ങനെ കുറ്റപ്പെടുത്തും? അദ്ദേഹം പറയും അശ്ശാതു ഖലഖഹല്ലാഹ്, ആട് അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചത്. വ അൻസല ലഹാ മിനസ് സമാഇൽ മാ, ആകാശത്തിൽ നിന്ന് മീതെ നിന്ന് ആടിന് മഴ അവതരിപ്പിച്ചു അള്ളാഹു. വ അംബത ലഹാ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഈ ആടുകൾക്ക് വേണ്ടി സസ്യലതാദികളെ അള്ളാഹു മുളപ്പിച്ചു. സുമ്മ തദ്ബഹൂനഹ അലാ ഗൈരി ഇസ്മില്ലാ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമമല്ലാത്തവരുടെ നാമം പറഞ്ഞ് ഈ ആടുകളെ അറുക്കുകയാണോ? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇൻകാറൻ ലിദാലിക് വ ഇഅദാമൻ ലഹു, ആ പ്രവണതയെ നിരാകരിച്ചും
അത് അത്യന്തം ഗൗരവമാണെന്ന് ഉണർത്തിച്ചുമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം എന്നാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രതിഷ്ഠകൾക്ക് അറുത്തത് ഞാൻ തിന്നൂല്ല, അള്ളാഹുവിന്റെ നാമം പറഞ്ഞറുത്തത് മാത്രമേ ഞാൻ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിന്ന സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ നമ്മളോട് പറയുന്നത് ജാഹിലിയത്തിൽ അവരുടെ അറിവിന്റെ വിശേഷമാണ്. അള്ളാഹു അവതരിപ്പിച്ച മഴയും അള്ളാഹു ഉൽപ്പാദിപ്പിച്ച പുല്ലും ഇലയും ഒക്കെ തിന്ന് പോഷിച്ച ആടുമാടൊട്ടകങ്ങളെ ആ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവരുടെ നാമം പ്രഖ്യാപിച്ച് അറുക്കുന്ന ദുരവസ്ഥ ഇതായിരുന്നു ജാഹിലിയത്തിൽ. ഇത്തരം അറിവുകളാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്നാണ് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നത്. ആ ആയത്തിന്റെ തേട്ടത്തെ ബോധ്യപ്പെടാനാണ് ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ അനുസ്മരിച്ചത്. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നതിന്റെ പ്രയോഗങ്ങളിലേക്ക് ഇനി നമുക്ക് വരാം. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില വിധികളും വിഷയങ്ങളും തുടർന്ന് പഠിക്കാം. ഇവിടെ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നാണ് പ്രയോഗം. ഈ വിഷയം സമാനമായ പ്രയോഗത്തിൽ സൂറത്തുൽ മാഇദയിലും സൂറത്ത് അൻആമിലും സൂറത്തുൻ നഹ്ലിലും വന്നിട്ടുണ്ട്. ആ ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണ്. പക്ഷെ അവിടെയൊക്കെ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്നാണ്. ബിഹി എന്നതിനെ പിന്തിപ്പിച്ചാണ്. എന്നാൽ ഇവിടെ ബിഹി എന്നത് മുന്തിപ്പിച്ചാണ്. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. ഉദ്ദേശം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ അവിടെ ഉഹില്ല ബിഹി എന്ന് പ്രയോഗിച്ചതിൽ, മറ്റ് സൂറകളിൽ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പ്രയോഗിച്ചതിൽ ബിഹി എന്നതിലെ ബാ തേടുന്നതും അർത്ഥമാക്കുന്നതും തഖറുബിനെ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ആരുടെ നാമം പ്രഖ്യാപിച്ചാണോ ബലി അല്ലെങ്കിൽ അറവ്, അവരുടെ സാമീപ്യവും പുണ്യവും നിയ്യത്താക്കി ഉദ്ദേശമാക്കിയാണ് ഈ അറവ് എന്നുള്ളത് അറിയിക്കാനാണ് ഉഹില്ല എന്നതിന് ശേഷം ബിഹി എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. തഖറബ ബിഹി, തഖറബയോട് ചേർന്നാണ് ബ വരിക. അതിന്റെ പ്രയോഗം ഇവിടെ ഉഹില്ല എന്നതിനോട് ചേർന്ന് ബിഹി വന്നപ്പോൾ ആ ഒരു തഖറുബിന്റെ മാന കൂടി ഉദ്ദേശമാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. കേവലം അള്ളാഹു അല്ലാത്തവരുടെ നാമം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല, പ്രത്യുത അവരുടെ ഒരു സാമീപ്യവും ഖുർബത്തും കൂടി ഉദ്ദേശമാണ് ഈ ഒരു പ്രഖ്യാപനത്തോടൊപ്പം എന്നുള്ളതാണ്. ഇവിടെ വമാ ഉഹില്ല ബിഹി എന്നിടത്ത് ഉഹില്ല എന്നുള്ള ക്രിയ ശബ്ദം ഉറക്കെയാക്കുന്നതിനെയാണ്. ഇഹ്ലാൽ എന്നതിൽ നിന്നാണ് അഹല്ല എന്ന ക്രിയ അല്ലെങ്കിൽ ഉഹില്ല എന്നുള്ള ക്രിയ വിൽപ്പന്നമാകുന്നത്. ഇഹ്ലാൽ ശബ്ദം ഉയർത്തുന്നതിനെയാണ് തേടുന്നത്. റഫ്ഉ സൗത്ത്, ശബ്ദം ഉയർത്തുക. ഹല എന്നും ഹല്ല എന്നും ഉത്ബോധിപ്പിക്കാൻ, ഉണർത്താൻ, ശ്രദ്ധ ക്ഷണിക്കാൻ പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ നിഘണ്ടുകളിൽ കാണാം അന്നഹു മുഷ്തഖും മിൻ ഖൗലി റജുലി ഹല്ല ലിഖസ്തി തംബീഹ്, ശ്രദ്ധ ഉണർത്താൻ വേണ്ടി ഹല്ല എന്ന അറബിയിൽ പറയും. അതിൽ നിന്ന് വിൽപ്പന്നമാണ് ഈ അഹല്ലയും ഉഹില്ലയും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങളിൽ ധാരാളം നമ്മൾ വായിക്കും ഹല്ല എന്നുള്ളത്. ഒരിക്കൽ ഒരു ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നു. എന്തിനാ വന്നത്? യതഖാദാ ഹുദൈനൻ കാന അലൈഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടാനുണ്ടായിരുന്ന കടം ചോദിച്ചാണ് വന്നത്. ആറാബി വന്നിട്ട് ഫഷ്തദ്ദ അലൈഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഠിനമായി പെരുമാറി. എത്രത്തോളം? ഉഹർരിജു അലൈക ഇല്ലാ ഖദൈതനി, താങ്കൾ കടം വീട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കും, പ്രയാസപ്പെടുത്തുമെന്നൊക്കെ അയാൾ ഒച്ചവെച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലുണ്ടായിരുന്ന സഹാബത്തിന് അത് താങ്ങാനായില്ല. അവർ പറഞ്ഞു വൈഹക് തദ്രി മൻ തുകല്ലിം, കഷ്ടം, ആരോടാണ് താങ്കൾ സംസാരിക്കുന്നതെന്ന് അറിയുമോ? ഈ അറാബിയോട്. അപ്പൊ അറാബി ഇന്നി അത്ലുബു ഹഖി, ഞാൻ എൻ്റെ അവകാശമാണ് ചോദിക്കുന്നത് എന്ന് പ്രതികരിച്ചു സഹാബത്തിനോട്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുകയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹല്ല മാ സാഹിബിൽ ഹഖി കുൻതും, ഹല്ല, അതാണ് നമ്മുടെ വിഷയം. സഹാബത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയും ഉണർത്തുകയുമാണ്. ഹല്ല, സാഹിബുൽ ഹക്കിന്റെ കൂടെ നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. സാഹിബുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഈ അറാബി ഒച്ച വെക്കുന്നുവെങ്കിൽ ഞാൻ അയാൾക്ക് കടം വീട്ടാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അയാൾ ഹക്കിന്റെ ആളാണ്, അയാളുടെ പക്ഷത്താണ് ന്യായം. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അയാളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അനുകൂലികളായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് കടം വീട്ടാൻ വേണ്ടി സംസാരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. എന്നാൽ ആ ചരിത്രം ഒരു വലിയ സന്ദേശവും സംഭവവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൗല ബിൻത് ഖൈസ് റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ആളെ വിട്ടു. എന്നിട്ട് ഇൻകാന ഇൻദകി തംറുൻ ഫഅഖ്രിദീന ഹത്താ യഅതിയന തംറുന ഫനഖ്ദിയകി എന്ന് പറഞ്ഞു എന്നാണ്. ഖൗലയോട് പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ കാരക്കകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അതെനിക്ക് കടമായിട്ട് തരണം. നമുക്ക് കാരക്ക എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കടം പിന്നീട് വീട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞ ആളെ അയച്ചു. അങ്ങനെ ഖൗല അത് കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാരക്ക കടമായി കൊടുത്തു.
അത് വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിയുടെ കടം വീട്ടി. ഖദൽ ആറാബിയ വ അതഅമഹു എന്നാണ്. കുറേ കാരക്ക് അദ്ദേഹത്തിന് ഭക്ഷിക്കാനും നൽകി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പെരുമാറ്റത്തിൽ ആ ആറാബി ഔഫൈത ഔഫല്ലാഹു ലക്, താങ്കൾ ഭംഗിയിൽ കടം വീട്ടി പൂർണ്ണ അളവിൽ അള്ളാഹു പൂർണ്ണ അളവിൽ താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തു എന്നാണ്. അവിടെ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉലൈക ഖിയാറുന്നാസ് ഇന്നല്ലാഹ ലാ യുഖദ്ദിസു ഉമ്മതൻ ലാ യഅഖുദു അദ്ദഈഫു ഹഖ്ഖഹു മിനൽ ഖവി വഹുവ ഗൈറു മുതഅതഇൻ എന്ന്. കടം പൂർണ്ണ അളവിൽ വീട്ടുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടർ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ ദുർബലൻ പ്രബലനിൽ നിന്ന് യാതൊരു പ്രയാസവും ഏൽക്കാതെ തൻ്റെ അർഹത നേടുന്നു എങ്കിൽ അത്തരം സമുദായത്തെയാണ് അള്ളാഹു പരിശുദ്ധപ്പെടുത്തുക. അതില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രയാസമേൽക്കാതെ ശക്തനിൽ നിന്ന് ദുർബലൻ തൻ്റെ അവകാശം നേടാത്ത അവസ്ഥയാണ് എങ്കിൽ അത്തരം സമുദായത്തെ അള്ളാഹു വിശുദ്ധമാക്കുകയില്ല, പരിശുദ്ധപ്പെടുത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു എന്നാണ്. ഏതായാലും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ മാതൃകകൾ പലതാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ. ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് ഈ ഹല്ല പ്രയോഗം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഒച്ച ഉയർത്തി ഹല്ല, അതുപോലെ ഹല പറയും. കുതിരകളെ അതേപോലെ ഒട്ടകങ്ങളെ ഒക്കെ ഒച്ച ഉയർത്തി ചലിപ്പിക്കുന്നതിനും എഴുന്നേൽപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെ. ഈ ഹല ഹല്ല എന്നിവയിൽ നിന്ന് വിൽപ്പന്നമാണ് ഉഹില്ല പോലത്തെ ക്രിയകൾ എന്നാണ് ഭാഷാ പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്. ശബ്ദം ഉയർത്തുക അതാണ് ഇഹ്ലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജും ഉംറയും ഒന്നിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുവാൻ നിയ്യത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഹദീസിൽ കാണാം തമത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തിൽ വദാഇ ബിൽ ഉംറതി ഇലൽ ഹജ്ജ് വഅഹദാ ഫസാഖ മഅഹുൽ ഹദിയ മിൻ ദിൽ ഹുലൈഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ഉംറയും ഹജ്ജും ഒന്നിച്ച് നിർവഹിക്കുകയായിരുന്നു. അതിനുള്ള നിയ്യത്ത് ചെയ്യുകയായിരുന്നു. തിരുനബി തന്റെ കൂടെ ദുൽ ഹുലൈഫയിൽ നിന്ന് ബലിമൃഗങ്ങളെ കൂടെ നയിച്ചു. വബദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹല്ല ബിൽ ഉംറതി സുമ്മ അഹല്ല ബിൽ ഹജ്ജി എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് യാത്ര തുടങ്ങുകയാണ്. ഫഅഹല്ല ബിൽ ഉംറതി ഫഅഹല്ല ബിൽ ഉംറതി ഉംറ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ലാൽ ചെയ്തു. സുമ്മ അഹല്ല ബിൽ ഹജ്ജി, തുടർന്ന് ഹജ്ജിനുള്ള ഇഹ്ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ഈ പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കനെ ചൊല്ലി എന്നുള്ളതാണ്. ദുൽ ഹുലൈഫ എന്നിടത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിന് ഒരുങ്ങി പിന്നീട് തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി ഒട്ടകം ആ ദുൽ ഹുലൈഫയിൽ നിന്ന് ചലിച്ച് ബൈദായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുൽ ഹുലൈഫ നിമ്ന പ്രദേശമാണ്, അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഉയരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നാണ് ഈ ഇഹ്ലാൽ നടത്തിയത് എന്നാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, അതേപോലെ ലബ്ബൈക ഹജ്ജൻ, ഇങ്ങനെ ഉറക്കനെ പ്രഖ്യാപിക്കുന്നതിനാണ് ഇഹ്ലാൽ എന്ന് പറയാം. ഒരു ഹദീസിൽ കാണാം ഇദസ്തുഹില്ല സബിയു വരിസ വസല്ല അലൈഹി എന്നാണ്. ജനിക്കുന്ന കുട്ടി കരഞ്ഞുകൊണ്ട് ഒച്ച വെച്ചാൽ അവൻ സ്വത്ത് അനന്തരമെടുക്കും, അവന് ജനാസ നിസ്കരിക്കപ്പെടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു നവജാത ശിശു മരണപ്പെടുകയാണ്, പ്രസവ സമയം കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പ്രസവിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് കരയുന്നുവെങ്കിൽ ആ കുട്ടി സ്വത്ത് അനന്തരമെടുക്കും, അതിന് ജനാസ നിസ്കരിക്കപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇവിടെ ഇഹ്ലാൽ ഇസ്തിഹ്ലാൽ അറിയിക്കുന്നത് ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ്. ആ പ്രയോഗമാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വിശുദ്ധ വചനത്തിൽ. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നിടത്ത് വമാ ഉഹില്ല എന്നിടത്ത് മാ ഇസ്മു മൗസൂലാണ്. അപ്പോൾ എല്ലാം എന്നുള്ള അർത്ഥം അത് ദ്യോതിപ്പിക്കും. ഉഹില്ല എന്നത് അഹല്ല എന്ന ക്രിയയുടെ മജ്ഹൂൽ രൂപമാണ്, കർത്താവ് പറയപ്പെട്ടിട്ടില്ല. ഉഹില്ല എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ആര് പ്രഖ്യാപിച്ചു? പ്രഖ്യാപിക്കുന്നവർ ആരായാലും. മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്ന് പറഞ്ഞാൽ മാ അഹല്ല അലൈഹിൽ മുഹില്ലു ഗൈറ ഇസ്മില്ലാ, അള്ളാഹുവിന്റെ പേരല്ലാത്തത് പ്രഖ്യാപിക്കുന്നവൻ പ്രഖ്യാപിച്ചതെല്ലാം, അതാണ് ഉദ്ദേശം. വമാ ഉഹില്ല പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാം, ഏതൊരു മൃഗമാണോ, ആടാകട്ടെ മാടാകട്ടെ ഒട്ടകമാകട്ടെ ഭക്ഷ്യയോഗ്യമായ ഏതൊരു മൃഗമാണോ അതിൽ അള്ളാഹുവിൻ്റെ പേരല്ലാത്തതാണ് അറക്കുന്ന സമയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ അറക്കാൻ ഉദ്ദേശിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അതെല്ലാം ഇന്നമാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് മേൽ ഭക്ഷിക്കൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പ്രയോഗം തേടുന്നത്. വമ എന്നുള്ളിടത്ത് വാവുൽ ആതുഫ്, വമാ ഉഹില്ല അറുക്കപ്പെട്ടതെല്ലാതും ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമം പറയപ്പെട്ട് അറുക്കപ്പെട്ടത് അത് മാത്രമാണ് ഭക്ഷ്യയോഗ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി,
അള്ളാഹുവിൻ്റെ നാമം പറയപ്പെട്ട ഏതെല്ലാമാണോ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വമാലക്കും അല്ലാത്ത കുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടത് ഭക്ഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുപറ്റി? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ആ ചോദ്യം അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നുള്ളതാണ് അറിയിക്കുന്നത്. മാ അൻഹറദ്ദം വദുകിറ സ്മുല്ലാഹി അലൈഹി ഫകുലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രക്തം ഒഴുക്കപ്പെട്ടത്, അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് ബിസ്മില്ല ചൊല്ലി രക്തം ഒഴുക്കിയത് ആരായാലും, ആണാകട്ടെ പെണ്ണാകട്ടെ, അടിമയാകട്ടെ സ്വതന്ത്രനാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ ഒരു അടിമ സ്ത്രീ അറവ് നടത്തിയ ചരിത്രമുണ്ട്. കഅബ് ഇബ്നു മാലിക് അസ്സുലമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ജാരിയത്ത്, ഒരടിമ സ്ത്രീ, അവര് സലഇൽ ആടുകളെ മേക്കുമായിരുന്നു എന്നാണ്. സല എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ മദീനയിൽ അറിയപ്പെട്ട ഒരു മലയാണ്. ഖന്തഖ് യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഈ മലയെക്കുറിച്ച് കുറേ ചരിത്രങ്ങൾ വായിക്കും. അതേപോലെ ബനു സലമ ഗോത്രക്കാർ, ജാബിർ റളിയല്ലാഹു തആലയുടെ കുടുംബം, അതേപോലെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ കുടുംബം, ഇവരൊക്കെ പാർത്തിയിരുന്ന ഒരു ഏരിയയാണ് ഈ സലഉം അതിന്റെ പരിസരവും. ഏതായാലും അവിടെ ആടുമേക്കുന്ന ഒരു ജാരിയത്ത് അടിമ സ്ത്രീ ആടിനെ മേച്ചുകൊണ്ടിരിക്കെ ഒരാടിന് ഒരു പ്രയാസമേറ്റു. അങ്ങനെ ഈ ആട് ചാകുമെന്ന് ആ മഹദി മനസ്സിലാക്കി പേടിച്ചു. അങ്ങനെ അവർ ഒരു കല്ലെടുത്ത് അതിന് മൂർച്ചയാക്കിയിട്ട് അവർ ഈ ആടിനെ അറുത്തു. ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അതിനെ അറുത്തു. അവർ ഫദബഹത്ഹാ ബിഹി എന്നാണ്, ആ കല്ലുകൊണ്ട് അവർ ഈ ആടിനെ അറുത്തു. അങ്ങനെ വിഷയം കഅബ് റളിയല്ലാഹു തആല അറിഞ്ഞപ്പോൾ കുടുംബത്തോട് പറഞ്ഞു, ലാ തഅകുലു ഹത്താ ആതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്അലഹു, നിങ്ങൾ ഈ ആടിനെ തിന്നല്ലേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കട്ടെ, അതുവരെ നിങ്ങൾ തിന്നല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് കഅബ് റളിയല്ലാഹു തആല വിഷയം പറഞ്ഞു, ചോദിച്ചു. ഫഅമറഹു ബി അക്ലിഹ എന്നാണ്, അതിനെ ഭക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. ഞാനത് ഉദ്ധരിച്ചത് ചിലർ സ്ത്രീകൾ അറുത്തത് ഭക്ഷിക്കൂല. ഇവിടെ ഒരു സ്ത്രീ, അവരടിമ സ്ത്രീയാണ്, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കാൻ പറഞ്ഞു. ഭക്ഷിക്കാൻ രക്തം പോക്കിക്കളയണം, അറുത്തിട്ട്. പിന്നെയോ വദുകിറ സ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ബിസ്മില്ല ചൊല്ലി അറുക്കണം. ഇതാണ് അടിസ്ഥാനം, മാനദണ്ഡം. അതാണ് ഇവിടെ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നിടത്ത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ആദർശവും. അള്ളാഹുവിന്റെ പേരല്ലാത്തതിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കൽ നിഷിദ്ധം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ അറുക്കപ്പെട്ടത്, ഭക്ഷിക്കൽ കൽപ്പിക്കപ്പെട്ടത്, അനുവദിക്കപ്പെട്ടത് എന്നത് ആ പ്രയോഗം തേടുന്നു. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കൽ നിഷിദ്ധമാണ്, അങ്ങനെ അറുക്കലും നിഷിദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൽഊനും മൻ സബ്ബ ഉമ്മഹു മൽഊനും മൻ ദബഹ ലിഗൈരില്ലാഹ്, പിതാവിനെ ചീത്ത പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, മാതാവിനെ ചീത്ത പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു തആലാന്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് ഖാദിൽ മന്ത്രിക്കുകയാണ്. മാ കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസിറു ഇലൈക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യമായി താങ്കളോട് പങ്കുവെച്ചത് എന്താണ് എന്നാണ് അയാൾ മന്ത്രിക്കുന്നത്. അലിയാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യം കൈമാറിയത് എന്ത് എന്നാണ് അയാളുടെ ചോദ്യം. അലി റളിയല്ലാഹു തആല അൻഹു കോപിച്ചു. ഫഗദിബ്, എന്നിട്ട് ജനങ്ങളോട് മൂടി വെച്ച് വല്ലതും എന്നോട് സ്വകാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പ്രവണത ഉണ്ടായിട്ടില്ല. പിന്നെയോ ഗൈറ അന്നഹു ഖദ ഹദ്ദസനി ബികലിമാത്തിൻ അർബ, 4 വചനങ്ങൾ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളോട് അലി പ്രതികരിച്ചു റളിയല്ലാഹു അൻഹു. അപ്പൊ മാഹുന്നയ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അലിയാരെ വിളിക്കുകയാണ്. ഏതാണ് ആ 4 കാര്യങ്ങൾ എന്ന് ആഗതൻ ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു തആല അത് പറഞ്ഞു കൊടുത്തു. ലഅനല്ലാഹു മൻ ലഅന വാലിദഹു, അല്ലെങ്കിൽ ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, ലഅനല്ലാഹു മൻ സബ്ബ വാലിദൈഹി, ഇങ്ങനെയും പ്രയോഗമുണ്ട്. വലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ് വലഅനല്ലാഹു മൻ ആവ മുഹ്ദിസ വലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്. ഇതാണ് 4 കാര്യങ്ങൾ. അതിൽ തൻ്റെ പിതാവിനെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളെ ശകാരിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇതാണ് നമ്മുടെ വിഷയം. വലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തവൻ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വലഅനല്ലാഹു മൻ ആവ മുഹ്ദിസ, ബിദ്അത്ത് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഇസ്ലാമിക ശിക്ഷാ കോടതി ശിക്ഷ വിധിച്ച് ശിക്ഷാർഹനായ വ്യക്തി, അത്തരം ആളുകൾക്ക് അഭയം നൽകുന്നവൻ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പിന്നെ ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയിലെ മനാറുകൾ മാറ്റം വരുത്തുന്നവർ, അതിർകുറ്റികൾ, സിഗ്നലുകൾ, വഴി അടയാളങ്ങൾ, ഇതൊക്കെ മാറ്റുന്നവർ, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഇതാണ് 4 കാര്യങ്ങൾ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ഇവിടെ വലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നവൻ അവൻ മൽഊനുൻ, ശാപാർഹൻ. ലഅനല്ലാഹ്,
അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം വളരെ ഗൗരവമാണ്. അള്ളാഹുവിൻ്റെ പേരല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട് അറുക്കുന്നത് ആരുടെ പേരാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? അവർക്ക് വേണ്ടി അറുക്കാനാണ്. അവരോടുള്ള സാമീപ്യം, അവരുടെ പ്രീതി, അവരുടെ പൊരുത്തം, അവരുടെ കുരുത്തം ഇത് കാക്ഷിച്ചാണ് അറവ് നടത്തുന്നത്. അവരുടെ പേര് പ്രഖ്യാപിക്കുക എന്നതിനേക്കാൾ ഉദ്ദേശം അവർക്ക് വേണ്ടി അവരുടെ സാമീപ്യത്തിനായി കുരുത്തത്തിനും പൊരുത്തത്തിനുമായി ഈ അറവ് നടക്കുന്നു എന്നുള്ളതാണ്. വലാ തഅകുലു മിമ്മാ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി വ ഇന്നഹു ലഫിസ്ഖുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആമിൽ പറയുകയാണ്, അള്ളാഹുവിൻ്റെ നാമം പറയപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്. വ ഇന്നഹു ലഫിസ്ഖുൻ, അത് ഫിസ്ഖാകുന്നു. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അധർമ്മം, ദീനിന് നിരക്കാത്തത്, പുണ്യത്തിന് വഴങ്ങാത്തത്, ധർമ്മത്തിൽ നിന്നും ദീനിൽ നിന്നും വഴിമാറിയത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ തുടർച്ചയിൽ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ എന്ന ഭാഗം മനസ്സിലാക്കവേ ചത്തത് ശവം നിഷിദ്ധം, ചോര നിഷിദ്ധം, പന്നി ഇറച്ചി നിഷിദ്ധം എന്നൊക്കെ പഠിച്ചു. എന്തുകൊണ്ട് അവ നിഷിദ്ധം? അത് നജസാകുന്നതും അത് മലീമസമാകുന്നതും അത് ഭക്ഷിച്ചാൽ ഉണ്ടാകുന്ന അപകടവുമൊക്കെ പഞ്ചേന്ദ്രിയക്ഷമവും ബാഹ്യവുമായിട്ടുള്ള വിഷയങ്ങളാണ്. ശവം ജീർണിക്കുന്നതും രക്തം അണുബാധയേറ്റ് അപകടമാകുന്നതും പന്നിയിറച്ചിയിലെ പന്നിവിരയും അതേപോലെ മറ്റു മാലിന്യങ്ങളും കൊഴുപ്പും അപകടങ്ങളൊക്കെ ആളുകൾക്ക് ബാഹ്യമായി ഉപരിപ്ലവമായി മനസ്സിലാക്കാവുന്ന വിഷയങ്ങളാണ്. ഇസ്ലാമിൽ മാലിന്യങ്ങൾ ഇങ്ങനെ ഉപരിപ്ലവമായി മനസ്സിലാക്കപ്പെടുന്ന മാലിന്യങ്ങളുണ്ട്. ഇതേപോലെ അന്തർലീനമായി കുടിക്കൊള്ളുന്ന മാലിന്യവും നജസുമുണ്ട്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹ് എന്നിടത്ത് മാലിന്യം ആത്മീയമാണ്, അത് ആന്തരികവുമാണ്. ഷിർക്ക് അതാണ് ഇത്തരം അറവുകളിൽ ആ അറവിനെ നജസാക്കുന്ന മലിനമാക്കുന്ന വിഷയം. അള്ളാഹു അല്ലാത്തവരുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ട നേർച്ച മൃഗങ്ങൾ, ബലിമൃഗങ്ങൾ, അവ അറുക്കപ്പെടുമ്പോൾ ആ അറവ് ആരുടെ പൊരുത്തത്തിന്, ആരുടെ കുരുത്തത്തിന്, ആരുടെ പ്രീതിക്ക് എന്ന് നമ്മൾ തേടുമ്പോൾ അള്ളാഹു അല്ലാത്ത പലതിൻ്റെയും പലരുടെയും പ്രീതിക്കാണ്, പൊരുത്തത്തിനും കുരുത്തത്തിനുമാണ് അവ അറുക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത്തരം ഷിർക്കൻ വിശ്വാസങ്ങളും വിചാരങ്ങളും അതാണ് ഈ അറവിനെ നിഷിദ്ധമാക്കുന്നത്, അറുക്കപ്പെട്ടതിനെയും നിഷിദ്ധമാക്കുന്നത്, അവയെ മലിനവും മലീമസവുമാക്കുന്നത്. അവിടെയുള്ള മാലിന്യം അത് അന്തർലീനമാണ്, ആത്മീയമാണ്, ആന്തരികമായി കുടിക്കൊള്ളുന്നതുമാണ് എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖൗലുഹു തആല വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹ്, അള്ളാഹു പറഞ്ഞ വാക്ക് വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹ് എന്നത് സൂറത്ത് അൻആമിലും മാഇദയിലും നഹലിലും ഒക്കെയാണ്. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ എന്നുള്ളത് അതാണ് സൂറത്തുൽ ബഖറയിൽ. ഒരേ ആശയത്തിൽ അർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് ബാഹിറുഹു അന്നഹു മാ ദുബിഹ ലിഗൈരില്ലാഹി തആല, ഈ പ്രയോഗത്തിന്റെ ബാഹ്യം തന്നെ അറിയിക്കുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതെല്ലാം എന്നുള്ളതാണ്. മിസ്ല അൻ യുഖാൽ ഹാദിഹി ദബീഹത്തുൻ ലികദ, ഈ ബലിമൃഗം ഇന്നതിന് വേണ്ടിയാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ അറവ്. വഇദാ കാന ഹാദാ ഹുവൽ മഖ്സൂദു, ഇതാണ് ഉദ്ദേശമെങ്കിൽ ഫസവാഉൻ ലഫദ ബിഹി ഔ ലം യൽഫദ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് അറക്കുന്നത് എങ്കിൽ അറക്കുന്ന സമയം അയാളുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഉച്ചരിച്ചാലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. വതഹ്രീമു ഹാദാ അബ്ഹറു മിൻ തഹ്രീമി മാ ദബഹഹു ലിലഹ്മിൻ വഖാല ഫീഹി ബിസ്മിൽ മസീഹ് വനഹ്വിഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക എന്നുള്ളതിലെ നിഷിദ്ധം അത് മസീഹിന്റെ പേര് പറഞ്ഞോ അല്ലാത്തവരുടെ പേര് പറഞ്ഞോ മാംസത്തിന് വേണ്ടി അറുക്കുന്നത് നിഷിദ്ധമാകുന്നതിനേക്കാൾ പ്രകടമാണ്. ഒരാൾ മാംസത്തിന് വേണ്ടി അറുക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ പേര് പറഞ്ഞ്, അത് നിഷിദ്ധാണ്. അതിനേക്കാൾ നിഷിദ്ധം പ്രകടമാണ് ഏത് വിഷയത്തിൽ? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന വിഷയത്തിൽ. കമാ അന്നമാ ദബഹ്നാഹു നഹ്നു മുതഖർരിബീന ഇലല്ലാഹ് കാന അസ്കാ വഅഅദം മിമ്മാ ദബഹ്നാഹു ലിലഹ്മിൻ വഖുൽനാ അലൈഹി ബിസ്മില്ലാ. അദ്ദേഹം ഇതൊന്നുകൂടി വ്യക്തത വരുത്തുകയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി അറുക്കുന്നു, അങ്ങനെ അറുക്കുന്നതാണ് കാന അസ്കാ വഅഅദം, ഏറ്റവും മഹനീയവും സംശുദ്ധവുമായത്. ഏതിനേക്കാൾ? മിമ്മാ ദബഹ്നാഹു ലിലഹ്മിൻ വഖുൽനാ അലൈഹി ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് നമ്മൾ ചൊല്ലി മാംസത്തിന് വേണ്ടി നമ്മൾ അറുക്കുന്നതിനേക്കാൾ. നമ്മൾ മാംസത്തിന് വേണ്ടി അറുക്കുന്നു ബിസ്മില്ല ചൊല്ലി, അത് നമുക്ക് അനുവദനീയവും ഉത്തമവുമാണ്. എന്നാൽ അതിനേക്കാൾ മഹനീയമാണ് ബിസ്മില്ല ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി പുണ്യത്തിന് വേണ്ടി അറുക്കുന്നത്. ഫഇന്ന ഇബാദത്തല്ലാഹി സുബ്ഹാനഹു ബിസ്സലാത്തി ലഹു വന്നുസുകി ലഹു അഅ്ളമു മിനൽ ഇസ്തിആനതി ബിസ്മിഹി ഫി ഫവാതിഹിൽ ഉമൂർ.
അതിൻ്റെ കാരണം പറയുന്നത് നിസ്കരിച്ചും ബലിയറുത്തും അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളത് ഏറ്റവും മഹനീയമാണ്. മിനൽ ഇസ്തിആനത്തി ബിസ്മിഹി ഫി ഫവാത്തിഹിൽ ഉമൂർ, കാര്യങ്ങളുടെ തുടക്കത്തിൽ ബിസ്മില്ല ചൊല്ലി അള്ളാഹുവിൻ്റെ സഹായം തേടുന്നതിനേക്കാൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലയിൽ തുടങ്ങുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ തുടങ്ങുകയാണ്. അത് പുണ്യാണ്. എന്നാൽ അതിനേക്കാൾ പുണ്യമാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കൽ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ അറുക്കൽ. ഇതാണ് അദ്ദേഹം പറയുന്നത് ഫൈദ ഹറമ മാ ഖീല ഫീഹി ബിസ്മിൽ മസീഹ് അവി സഹറ ഫല അൻ യഹ്റുമ മാ ഖീല ഫീഹി ലിഅജ്ലിൽ മസീഹി വസ്സഹറ ഔ ഖസദ ബിഹി ദാലിക ഔല. മസീഹിന്റെ പേരിൽ, സഹ്റയുടെ പേരിൽ അറുക്കപ്പെട്ടത് ഹറാമായാൽ അതിനേക്കാൾ ഹറാമാകാൻ അർഹവും യോഗ്യവുമാണ് മസീഹിന് വേണ്ടി, സഹ്റയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിൽ അറുക്കപ്പെട്ടത് എന്നാണ്. ഈ വിഷയം അദ്ദേഹം വളരെ വിശദമായി, വളരെ സുന്ദരമായി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന മഹൽ രചനയിൽ. ഞാനതിവിടെ ഉണർത്തിയത് അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അറുക്കുന്നതും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതും രണ്ടും നിഷിദ്ധമാണ്. പക്ഷെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവർക്ക് വേണ്ടി അറുക്കുന്ന വിഷയം അത് അത്യന്തം ഗൗരവതരമാണ്. ഷെയ്ഖുൽ ഇസ്ലാം അത് മുസ്ലിം ഉമ്മത്തിൽ പലരും നിർവഹിക്കുന്ന വിഷയം ഇതിൻ്റെ തുടർച്ചയിൽ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഭക്ഷണങ്ങൾ വിലക്കിയിട്ടുണ്ട്. എന്താ വിഷയം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തആമിൽ മുതബാരിയൈനി അൻ യുഅക്കൽ. ആതിഥ്യം നൽകുന്നതിന് വേണ്ടി, സൽക്കരിക്കുന്നതിന് വേണ്ടി പരസ്പരം ഫഖ്ർ പറഞ്ഞ് ലോകമാന്യത കാണിച്ച് അറുക്കുന്നവരുടെ ഭക്ഷണം അത് കഴിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ മുതബാരിയാനി ലാ യുജാബാൻ വലാ യുഅക്കലു തആമുഹുമ. പൊങ്ങച്ചത്തിന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് അറവ് നടത്തുക, എന്നിട്ട് ആളെ തീറ്റിക്കുക. അവരുടെ ക്ഷണം സ്വീകരിക്കപ്പെടാവതല്ല, അവരുടെ ഭക്ഷണം തിന്നാനും പാടുള്ളതല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലക്ക്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മുആഖറത്തിൽ ആറാബ്. ആറാബികളുടെ മുആഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം അബൂദാവൂദിന്റെ നിവേദനം. എന്താ ഈ മുആഖറത്തുൽ ആറാബ് എന്ന് പറഞ്ഞാൽ? രണ്ടാളുകൾ പരസ്പരം പെരുമ പറയുകയാണ്. എന്തിന്? ഞാൻ ഇത്ര ഒട്ടകങ്ങളെ അറുക്കും, മറ്റേവൻ പറയും ഞാൻ അതിനേക്കാൾ കൂടുതൽ അറുക്കും. എന്തിനാ ഇവർ അറുക്കുന്നത്? ആളുകളെ ഭക്ഷിപ്പിക്കാനാണ്. പക്ഷെ അറുക്കുമ്പോൾ ഇവർ ഫഖ്ർ പറയാണ്, പരസ്പരം ദുരഭിമാനം നടിക്കുകയാണ്, അത് പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആരാണോ അങ്ങനെ പറഞ്ഞ അറുത്തത് അയാളാണ് ജേതാവ്. അപ്പൊ അറുക്കുന്ന സമയം ഇവർ അള്ളാഹനല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെയോ അവരുടെ പെരുമയും പോരിമയും, ഇതാണ് ഉദ്ദേശം. ചരിത്രത്തിൽ വായിക്കാം, പ്രസിദ്ധ കവിയായ ഫറസ്ദഖ് ഇബ്നു ഗാലിബ്, അമ്മവികളുടെ ഭരണകാലത്ത് അടിസ്ഥാന കവികളിൽ ഒരാളായിരുന്നു ഈ ഫറസ്ദഖ്. ആദ്യകാലത്ത് നസ്രാനിയായിരുന്നു, പിന്നീട് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചു. ഏതായാലും ഈ ഫറസ്ദഖിന്റെ പിതാവ് ഗാലിബ് 100 ഒട്ടകങ്ങളെ അറുത്തു എന്നാണ്. എന്തിന്? ഫഖറിന് വേണ്ടി, അയാളുടെ കുടുംബത്തിന്റെ പോരിമ പറഞ്ഞ്. അപ്പൊ അതിനോട് വെല്ലുവിളിച്ച് മറ്റൊരാൾ 100 ഒട്ടകങ്ങളെ അറുത്തു. കിടമത്സരം, പരസ്പരം കുടുംബ മഹിമയും പോരിമയും പറഞ്ഞിട്ടുള്ള ഈ ഈഗോ, അങ്ങനെയാണ് അവര്, ആ പേരിലാണ് അവരെ അറക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ ഹുക്മ് പറഞ്ഞത് അവരറുത്തത് ഭക്ഷിക്കാവതല്ല എന്നാണ്. കാരണം അത് മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, ആ ഗണത്തിലാണ് വരിക എന്നുള്ളതിനാലാണ്. ഇവിടെ ഈ ഹദീസുകളിൽ പറഞ്ഞ മുആഖറത്തുൽ ആറാബും അപ്രകാരം തആമുൽ മുതബാരിയൈൻ എന്ന് പറഞ്ഞില്ലേ, അൽ മുതബാരിയാനി ലാ യുജാബാൻ എന്ന് പറഞ്ഞില്ലേ, അവിടൊക്കെ ഇവരറുക്കുന്നത് പൊങ്ങച്ചത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും വിഷയത്തിലാണ്. അത് ഭക്ഷിക്കരുത് എന്നുള്ളതാണ് വിലക്ക്. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ കുരുത്തവും പൊരുത്തവും പ്രീതിയും ഒക്കെ പ്രതീക്ഷിച്ചറുക്കുന്നവരുടെ വിഷയം ഇതിൽ നിന്നൊക്കേറെ വ്യത്യസ്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കുരുത്തവും പൊരുത്തവും പ്രീതിയുമൊക്കെയാണ് അന്ധവിശ്വാസം പേറി ഈ ബലിദാനികൾ, നേർച്ച നേരുന്നവർ, ബലി നൽകുന്നവർ അവ നിർവഹിക്കുന്നത്, അറവ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അറവുകളും അറവ് നടത്തിയുള്ള മാംസവും മറ്റിതര ഭക്ഷണങ്ങളുമൊക്കെ എത്ര നിഷിദ്ധമായിരിക്കും, നിഷിദ്ധം എത്ര കടുത്തതായിരിക്കും. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇവിടെ ഊന്നിയത്. അറവ് നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അറക്കുക എന്നുള്ളതായിരുന്നു. അള്ളാഹുവിൻ്റെ നാമമായിരുന്നു അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അല്ലാഹുമ്മ മിൻക് വലക്, അള്ളാഹുവെ നിന്നിൽ നിന്ന്, നിനക്കായി, ബിസ്മില്ലാഹ് വല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹു ഏറ്റം മഹാൻ, വലിയവൻ, ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറവ് എന്നാണ്. ഏതായാലും വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയിൽ ഇനി നമുക്ക് ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ, ചില അടിസ്ഥാനങ്ങൾ, കർമ്മശാസ്ത്രപരമായി നിദാനശാസ്ത്രപരമായി ചില തത്വങ്ങൾ ഒക്കെ ഉൾക്കൊണ്ട ഭാഗമാണ് ഫമനിത്തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി എന്ന് തുടങ്ങി പഠിക്കുവാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.